മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പഠനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുവും സമരിയാക്കാരിയായ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം. ആ സംഭാഷണത്തിലൂടെ യേശു വളരെ ഗൗരവമായ ചില ദൈവശാസ്ത്ര ചിന്തകൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യാക്കോബിൻ്റെ വറ്റാത്ത കിണറിൻ്റെ അരികിൽ ദാഹജലത്തിനായി നിൽക്കുന്ന യേശുവിനെയും അവിടെ വെള്ളം കോരുവാനായി വന്ന സമരിയാക്കാരിയായ സ്ത്രീയെയും നമ്മൾ കണ്ടുമുട്ടുന്നു. യേശു സമരിയാക്കാരിയായ സ്ത്രീയോട് ദാഹജലത്തിന് വെള്ളം ചോദിക്കുന്നതിലൂടെ യേശു എല്ലാ ഉച്ചനീചത്വങ്ങൾക്കും എതിരാണെന്ന് പഠിപ്പിക്കുന്നു. ഇന്നും നമ്മുടെ ഭാരതത്തിൽ പൊതു കിണറുകളിൽ നിന്നും വെള്ളം കുടിക്കുവാൻ അനുവാദമില്ലാത്ത, പബ്ലിക് സ്കൂളുകളിൽ പഠിക്കാൻ അനുവാദമില്ലാത്ത ജനവിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കുന്ന കാര്യമാണ്. എല്ലാ സമൂഹങ്ങളിലും ലോകത്തെവിടെയും ഉയർന്ന ജാതിയും കീഴ്ജാതിയും എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് എന്ന് നമുക്കറിയാം. യേശു അതിനെല്ലാം എതിരായിരുന്നു. നമ്മളും അങ്ങനെയുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ഈ സുവിശേഷം നമുക്ക് തരുന്ന ആദ്യത്തെ സന്ദേശം. യാക്കോബിൻ്റെ വറ്റാത്ത കിണർ യേശുവിനെ സംബന്ധിച്ചിടത്തോളം നിത്യ ജീവൻ നൽകുന്ന ജീവജലത്തിലേക്കുള്ള സംഭാഷണത്തിലേക്ക് യേശു തിരിച്ചുവിടുന്നു. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ജലസ്രോതസ്സുകൾ, വറ്റാത്ത നീരുറവ എന്നിവയെല്ലാം യേശുവിൻ്റെ ശാശ്വതമായ ആത്മീയ ജലത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ദാഹാർത്തരേ വരുവിൻ, നിങ്ങൾ വന്ന് സൗജന്യമായി കുടിക്കുവിൻ, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. സമൃദ്ധമായ പുൽത്തകടിയിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. ഞാൻ തരുന്ന ജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് യേശു പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ എത്രയധികം ശാരീരികമായിട്ടുള്ള, നമ്മുടെ ലൗകികമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്താലും ഉള്ളിൽ ആത്മീയ ദർശനമില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ്. യേശു വറ്റാത്ത ഒരു കിണറാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എത്രമാത്രം ജലം യേശുവിൽ നിന്ന് കുടിച്ചാലും ആ ജലം ഒരിക്കലും തീർന്നു പോകുന്നില്ല. നിത്യജീവൻ്റെ വചസ്സുകൾ യേശുവിൻ്റെ വക്കലുണ്ട് എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള ദാഹം ശമിപ്പിക്കാനായി ജനകോടികൾ ഇപ്പോഴും ദേവാലയങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളും അതിൻ്റെ അനുഭവസ്ഥരാണ്. അപ്പോൾ സമാധാനത്തിനായും സന്തോഷത്തിനായും ആത്മീയ ജനത്തിനായും നമ്മൾ യേശു ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതാണ് ഈ സുവിശേഷ ഭാഗം തരുന്ന രണ്ടാമത്തെ സന്ദേശം. മൂന്നാമതായി,
ദൈവത്തെ ആരാധിക്കുന്നവർ ആ മലയിലോ ഈ മലയിലോ അല്ല, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന് യേശു പറയുന്നു. ലോകത്തിൽ എത്രയധികം ദേവാലയങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യന് ശരിയായിട്ടുള്ള ഒരു സമാധാനവും സൗഖ്യവും ലഭിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആത്മീയ ജലം കൊണ്ട് നിറയേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും ഒരു ദേവാലയമാണ്, എല്ലാ മനുഷ്യരും ദേവാലയങ്ങളാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കണം. ആത്മാവ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്നു. സത്യം എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ ശരിയായ ആരാധന നടത്തേണ്ടത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. ലോകം ഒരു പൊതുഭവനവും ലോകം എന്ന് പറയുന്ന ഈ പ്രപഞ്ചം ഒരു ദേവാലയവുമാണ് എന്നുള്ള ചിന്ത നമ്മൾ വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ ആരാധനാ ക്രമത്തിൻ്റെ പേരിലൊക്കെയുള്ള സംഘർഷങ്ങൾ നടക്കുന്നു. ഒരുപാട് സഭാ വിഭാഗങ്ങളുണ്ട്, അവർ തമ്മിലുള്ള ആശയപരമായ അകൽച്ചകളുണ്ട്, വഴക്കുകളുണ്ട്. അപ്പോൾ എല്ലാ ദേവാലയങ്ങൾക്കും ഉപരി യേശുവിനോട് ചേർന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ ഒന്നിച്ചു കൂടുന്ന ഒരു ആത്മീയ ജീവിതമാണ് യേശു വിഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് ആ മലയിലോ ഈ മലയിലോ ആ കപ്പേളയിലോ ഈ കപ്പേളയിലോ ആ ദേവാലയത്തിലോ ഈ ദേവാലയത്തിലോ എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് ആരാധനയ്ക്കായി നിൽക്കേണ്ടത് എന്നുള്ളതാണ് ആദർശം. ഏതായാലും യേശു പറയുന്നു, താനാണ് ശരിയായിട്ടുള്ള ആത്മീയ ജലം നൽകുന്ന സ്രോതസ്. നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് ദൈവം എന്ന് ആ സമരിയായക്കാരി സ്ത്രീയോട് യേശു പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൽ കൂടുതലായി വിശ്വസിക്കുക. യേശു തരുന്ന ശാന്തിയും സമാധാനവും കൂടുതലായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുക. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും തിരുലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുക. അതിൽ നിന്ന് നിങ്ങൾ ധാരാളമായി മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കാൻ തക്കവിധം നല്ല വ്യക്തികളായി മാറുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.